ഹേ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് റുട്ടീനാണ്. ഞാൻ ഇതിന് മുമ്പ് മോർണിംഗ് റുട്ടീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഞാൻ ഈ ഒരു വീഡിയോയും പ്രതീക്ഷിക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രത്യേക റുട്ടീനും കാര്യങ്ങളും ഒന്നും ഫോളോ ചെയ്യാത്ത ഒരാളാണ്. ഇപ്പോൾ ഈവനിങ്ങിന് വേറെ റുട്ടീൻ, മോർണിംഗിന് വേറെ റുട്ടീൻ, അങ്ങനെയൊന്നും ഫോളോ ചെയ്യാത്ത ഒരാളാണ്. എങ്ങനെയാണോ പോകുന്ന ആ രീതിയിൽ അങ്ങോട്ട് പോട്ടെ, ആ ഒരു മൈൻഡാണ്. പക്ഷേ എക്സാം ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. കുറച്ചൊക്കെ ഒന്ന് സീരിയസ് ആയിട്ടൊക്കെ നോക്കിയില്ലെങ്കിൽ പോകും. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു ഇന്ന്. ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു. എനിക്ക് വന്ന ഉടനെ തന്നെ ഞാൻ ഡ്രസ്സ് പോലും മാറ്റാൻ അവിടെ കിടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് ഫുഡൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ അങ്ങനെ ഇരുന്ന് ഫോണൊക്കെ കുറേ നേരം ഒരു നോക്കി. കാരണം എൻ്റെ അക്കൗണ്ടൻസി എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇംഗ്ലീഷ് എക്സാം. അപ്പം നമുക്ക് ഫസ്റ്റ് എടുക്കാനുള്ള സമയം പോലും ഇല്ല, പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് എക്സാം. അപ്പോൾ അക്കൗണ്ടൻസി എക്സാമിന് 2 ദിവസം മുമ്പ് തന്നെ തൊട്ട് ഭയങ്കര പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അക്കൗണ്ടൻസി എക്സാം കഴിഞ്ഞു, പിറ്റേ ദിവസം തന്നെ ഇംഗ്ലീഷ് എക്സാം അതിന് വേണ്ടിയിട്ട് ഭയങ്കര പഠിത്തം. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഒന്ന് മനസ്സമാധാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് എക്സാം ഉള്ളത് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് ഇന്ന് 8-ാം തീയതി, അടുത്ത എക്സാം 13-ാം തീയതിയാണ്. അപ്പോൾ എനിക്കൊരു 4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പോകുന്ന എക്സാം ബിസിനസ്സാണ്. ബിസിനസ് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് 13-ാം തീയതി ബിസിനസ്, 15-ാം തീയതി എക്കണോമിക്സ്, 16-ാം തീയതി IP. അങ്ങനെയാണ് എനിക്ക് എക്സാം. അതായത് എക്കണോമിക്സിന് ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്, IPക്ക് ഗ്യാപ്പേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞാൻ വിചാരിച്ചു IP പഠിക്കാമെന്ന്. എന്നിട്ട് സമയം കിട്ടുവാണെങ്കിൽ മാത്രം ഇന്ന് എക്കണോമിക്സ് പഠിക്കും. ഞാൻ അധികം പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം ഇന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എനിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ കഴിക്കാം. കാരണം ഉറക്കം മര്യാദയ്ക്കില്ലായിരുന്നില്ല. ഫുൾ ടൈം ടെൻഷൻ ആയിരിക്കും. കാരണം എനിക്ക് അക്കൗണ്ടൻസി കുറച്ച് ടെൻഷനുള്ള സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ ബിസിനസ് ഇപ്രാവശ്യം ഇംഗ്ലീഷിനെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇംഗ്ലീഷിന് മാർക്ക് കുറച്ച് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇംഗ്ലീഷ് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അധികം അങ്ങോട്ട് സ്ട്രെസ് ചെയ്തൊന്നും പഠിക്കുന്നില്ല. എന്നെ കൊണ്ട് ഇന്ന് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നു അത്രത്തോളം പഠിക്കാം. എന്നാലും പക്ഷെ പഠിക്കാൻ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷല്ലല്ലോ, IP ആണ് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. IP പിന്നെ മൈക്രോ എക്കണോമിക്സും, പറ്റുവാണെങ്കിൽ മൈക്രോ എക്കണോമിക്സ്, അല്ലെങ്കിൽ IP മാത്രമേ പഠിക്കുകയുള്ളൂ. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കാനൊക്കെ ഇരിക്കുന്നതിന് മുമ്പേ എൻ്റെ മുടി എനിക്കൊന്ന് കെട്ടി വെക്കണം. എൻ്റെ മുടിക്ക് ഇപ്പം നിങ്ങളിപ്പോൾ അടങ്ങിയിരിക്കുന്ന പോലെയൊക്കെ തോന്നും, പക്ഷെ അങ്ങനല്ല. എൻ്റെ മുടി കൈൻഡ് ഓഫ് കേളിയും വേവിയും കൂടെ ഒരുമിച്ച് വന്നാൽ ഇങ്ങനെ ഇരിക്കും. അതാണ് എൻ്റെ മുടി. അപ്പോൾ എപ്പോഴും ഒന്നും ഇതുപോലെ ഇരിക്കത്തില്ല. ഇടയ്ക്കൊന്നും ഞാൻ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാകും. പിന്നെ എൻ്റെ മുടിക്ക് ചെറിയ ക്ലിപ്പുകളൊന്നും പറ്റില്ല. ഇതുപോലെ വലിയ വലിയ ക്ലിപ്പുകൾ മാത്രമേ എൻ്റെ മുടിയിൽ കയറുള്ളൂ. ചെറിയ ക്ലിപ്പ് ഇഷ്ടം പോലെയാണ് ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുള്ളത്. എൻ്റെ മുടിയിൽ എനിക്കാണിങ്ങനെ വാരി വലിച്ച് കെട്ടി വെക്കണം, എന്നാലും ഒരു സമാധാനം കിട്ടുള്ളൂ. എനിക്ക് കുറച്ച് കാറ്റൊക്കെ കിട്ടണം. എൻ്റെ മുടി അഴിച്ചിടുവാണെങ്കിൽ വിയർത്ത് കുളിക്കും ഞാൻ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ മുടി ഇങ്ങനെ 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 മേളിൽ കെട്ടി വെക്കും. ഇപ്പോൾ ബുഷിട്ട് കെട്ടി വെക്കുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് ഇങ്ങനത്തെ വലിയ വലിയ ക്രാബ് ഉപയോഗിക്കുന്നതാണ്. എൻ്റെ കയ്യിൽ നേരത്തെ ഇതുപോലത്തെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു ഇത്. ഇപ്പം ഞാൻ അങ്ങനെ അധികം കാണാറില്ല ഈ സാധനം. അപ്പം അങ്ങനെ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു ഇതുപോലത്തെ കുറച്ചൊക്കെ. അതെല്ലാം പൊട്ടിപ്പോവാൻ കാരണം ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ്. അതെല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോയി. ലാസ്റ്റ് ഇപ്പോൾ എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെ ടൈപ്പിൽ ഇത് മാത്രം. ഇതെങ്കിലും പൊട്ടാണ്ടിരുന്നത് വലിയ ഭാഗ്യം. അപ്പോൾ എൻ്റെ മുടിയിൽ ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. ഇതിന് എപ്പോഴാണ് പൊട്ടിപ്പോകുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ മുടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. എന്നാലും ഞാൻ വിഷയത്തിൽ തന്നെ മാറും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ കാട് കയറി പോവും. ഇറങ്ങോട്ടെങ്കിലും സംസാരിച്ച് പോകും. എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇവിടെ അറിയാൻ പാടില്ല. ഒരു വിഷയത്തിൽ നിന്ന് പെട്ടെന്നാണ് വേറൊരു വിഷയത്തിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഇതാണ് എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ. എൻ്റെ മിഡ് ടേം എക്സാം തുടങ്ങിയ സമയം തൊട്ടേ ഉള്ള എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ ഇതാണ്. എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്കാവും. അപ്പോൾ ഇതിനകത്ത് ഇത് ഒക്കെ എൻ്റെ അക്കൗണ്ടൻസിയുടെ ആണ്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അക്കൗണ്ടൻസിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ നോട്ടുകൾ, പ്രാക്ടീസ് ചെയ്ത ബുക്ക്, ഇതൊക്കെ എനിക്കെടുത്ത് മാറ്റണം. ഇതൊക്കെ എനിക്കിവിടെ എടുത്തിരിക്കണം. ഇത് എൻ്റെ ബിസിനസ്സിൻ്റെയും എക്കണോമിക്സിൻ്റെയും IP ഒക്കെ ബുക്കൊക്കെയാണ് ഇതൊക്കെ എനിക്ക് വേണം. ബാക്കിയുള്ള ഇതൊക്കെ എനിക്കെടുത്ത് മാറ്റണം. ഇതൊന്നും എനിക്കിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ഉള്ള കുറച്ചൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. എൻ്റെ മേളിൽ അധികം സാധനം വെക്കാൻ താല്പര്യപ്പെടാത്തതാണ്. പക്ഷേ എക്സാം ആയതുകൊണ്ട് മാത്രം 3 എണ്ണം വെച്ചിട്ടുണ്ട്. 3 സബ്ജക്ട്സ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. വെള്ളം കുപ്പി നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നിറച്ച് കൊണ്ടുവന്നേ ഉള്ളൂ ഞാനത്. വെള്ളം നമ്മളെപ്പോഴും കുടിക്കണം. ഞാൻ എപ്പോഴും അങ്ങനെ വെള്ളം കുടിക്കാത്ത ഒരാളാണ്. ഭയങ്കരമായിട്ട് ദാഹിച്ച് കുഴഞ്ഞാൽ മാത്രം എടുത്ത് വെള്ളം കുടിക്കില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്നുള്ളൊരു തോട്ട് എനിക്ക് വരാത്ത ഒരാളാണ്. അതിനെ മാറ്റിയെടുക്കാനും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഈ ബുക്കുകളൊക്കെ എടുത്തിട്ട് മാറ്റാം. ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ.
പിന്നെ എനിക്ക് നിങ്ങളെപ്പോഴും എൻ്റെ ഈ ഒരു പോർഷനായിരിക്കും എപ്പോഴും ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ഈ ഒരു പോർഷനായിരിക്കും എപ്പോഴും കാണുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിലും ഇവിടാണ് എൻ്റെ ഇതൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ. എനിക്കത് ഒതുക്കണമെന്നുണ്ട്. എക്സാം കഴിഞ്ഞിട്ടൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ സ്റ്റഡി ടേബിൾ മേക്ക് ഓവറൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിനൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ താഴെയും എൻ്റെ കുറച്ച് അവാർഡൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ബുക്ക് കുറച്ച് ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ബുക്ക് ഒത്തിരി വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ, പക്ഷെ ഇപ്പം എനിക്ക് വായിക്കാൻ ടൈം കിട്ടാറില്ല. അങ്ങനെ എൻ്റെ കുറേ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ടിരിപ്പുണ്ട്. ഇതിനകത്ത് കുറേ ഞാൻ വായിച്ചിട്ട് കൂടിയില്ല. വായിക്കാനും എനിക്ക് തുടങ്ങണം. അതൊക്കെ എക്സാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്കിതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം എന്നുണ്ട്, ഒക്കെ എൻ്റെ ടേബിളിൽ വെക്കണം എന്നൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇനി പതുക്കാം നമുക്കിതൊന്ന് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ആ ടേബിൾ മേക്ക് ഓവറൊക്കെ നമുക്ക് ചെയ്യാം. എല്ലാം ഒതുക്കി പിറക്കിയിട്ട് പഠിക്കാതിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമേ തന്നെ ഞാൻ എൻ്റെ സ്കൂൾ ബാഗ് എടുത്തുകൊണ്ട് വന്നു. അതിനകത്ത് ബുക്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇംഗ്ലീഷിൻ്റെ എക്സാം ആയിരുന്നല്ലോ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ബുക്കും പിന്നെ ഞാൻ നോട്ട് ഉണ്ടാക്കിയ ബുക്കും അതുപോലെ തന്നെ എൻ്റെ എക്സാം പാഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം പാഡ് തിരിച്ച് അതിനകത്ത് തന്നെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ IP പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. IP എനിക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. കാരണം IP എടുത്തിട്ട് കുറച്ചായല്ലോ. ഫുൾ ടൈം ഈ അക്കൗണ്ടൻസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ IP എടുത്തിട്ട് കുറച്ചായി. പിന്നെ അക്കൗണ്ടൻസി പഠിക്കുന്നതിന് മുമ്പ് ഞാൻ രണ്ടാമത്തെ സബ്ജക്റ്റ് എക്കണോമിക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ IP കുറച്ച് ഗ്യാപ്പിന് ശേഷം എടുക്കുന്നുണ്ട് അതിൻ്റെതായ ഒരു മടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പും അല്ല. അപ്പം എനിക്ക് ആദ്യമേ ഒരു മടി ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചാലേ പറ്റൂ. ഈ ഒരു സബ്ജക്റ്റിന് ഞാൻ കുറച്ച് വീക്കാണ്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പ്രശ്നവും മാത്രമല്ല ഇനി ഈ എക്സാമിന് ഗ്യാപ്പും ഇല്ല. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, എനിക്ക് ഗ്യാപ്പ് ഇല്ലാണ്ട് കിട്ടിയേക്കുന്നത്. എനിക്കൊന്ന് മര്യാദയ്ക്ക് റിവൈസ് ചെയ്യാൻ പോലുള്ള സമയം പോലും ഉണ്ടാവില്ല. എക്കണോമിക്സ് എക്സാം കഴിഞ്ഞിട്ട് തന്നെ, വേറെ വല്ല എക്സാം ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അതിൽ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് എക്കണോമിക്സ് എക്സാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ, എക്കണോമിക്സ് തന്നെ ഒത്തിരി പഠിച്ച് സ്ട്രെസ് ആയിട്ടായിരിക്കും ഞാൻ മിക്കവാറും വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ വേറെ ഇങ്ങനത്തെ ഒരു എക്സാം. പിന്നെ കുഴപ്പമില്ല നോക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അതിന് ശേഷം ഈ ഒരു പൈത്തൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പകുതിയോളം കഴിഞ്ഞപ്പോഴേക്കും ഞാനത് മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുള്ള എന്തൊക്കെയാണോ അത് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ സ്റ്റഡി മെറ്റീരിയൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് റിവൈസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. സ്റ്റഡി മെറ്റീരിയലിൽ ഇങ്ങനെ മൈൻഡ് മാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഓരോ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ തന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് അതിങ്ങനെ അവിടെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ച് പോകുമായിരുന്നു. എന്നിട്ട് അത് കറക്റ്റ് ആണോ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മിക്ക കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് അധികം നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ചാപ്റ്റർ ഏകദേശം എൻ്റെ മനസ്സിലേക്ക് ഒന്ന് ഇതായിട്ടുണ്ട്. കാരണം അത്രത്തോളം ഞാൻ ആ ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ടുണ്ട്. മിക്കപ്പോഴും ഞാൻ റിവൈസ് ചെയ്യുന്ന ചാപ്റ്റർ അതാണ്, ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫുൾ തിയറിയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മറക്കും ആ തിയറി. അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമായതുകൊണ്ട് തന്നെ കുറേ പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട് ആ ചാപ്റ്റർ. അതുകൊണ്ട് അതിൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണ്. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു IP കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ എക്കണോമിക്സ് പഠിക്കുക അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കാൻ നോക്കും എന്നൊക്കെ. പക്ഷേ എക്കണോമിക്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. IP ആയിരുന്നു അന്നത്തെ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും ഞാൻ പഠിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ മാത്രമുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.